ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കക്കയുടെ കറി ട്രൈ ചെയ്താലോ. അതിനാവശ്യമായിട്ട് വേണ്ടത് കക്ക, പച്ചമുളക്, വേപ്പില, മാങ്ങ. നമ്മുടെ പച്ച മാങ്ങയല്ലേ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കക്കയും മാങ്ങയും വേപ്പിലയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി കക്ക എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് പൊടിക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് കക്ക വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പുണ്ട്, അത് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ നാടൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ പോകുന്നത് പെരിഞ്ജീരകവും നല്ല ജീരകവും പിന്നെ കുറച്ച് ഉള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിത് വെണ്ണ പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കക്കതേ വറ്റി നല്ല വേവായിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ഒക്കെ നല്ല ഉടഞ്ഞു ചേർന്ന പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് അമർത്തിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ അരപ്പ് നമുക്ക് മുഴുവനോടുക്കനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് തിള വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാണ്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ. താളിക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. താളിക്കുന്ന നേരത്ത് കളറിന് വേണമെങ്കിൽ ഇച്ചിരി മുളകും പൊടി ഇടാം കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കക്കയുടെ ഈ ഒരു കറി. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്